അപ്പൊ ഉണ്ണിക്കും കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നില്ല? എന്റെ ഇങ്ങനെ പേര് വന്നോണ്ടെങ്കിൽ ആരെങ്കിലും പെണ്ണ് തരുമോ? ഇത് മനസ്സിലാക്കുന്ന ഒരു ഗേള്. ഇല്ല, ശരിക്കും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് കാണുവാണെങ്കിൽ ശരിക്കും നമ്മൾ ഷെയർ ചെയ്യല്ലോ, ഇതേ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഇത് തന്നെയാ പറയണേ, ഇങ്ങനെ ഓരോ മാസം ഓരോരുത്തരുടെ പേരിലുള്ള ഗോസിപ്പ് വന്ന് എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ല എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ തമ്മിൽ വേറെ ഒരു സിനിമയിലല്ലാതെ പിന്നെ എവിടുന്ന് നിങ്ങൾ ഒരുമിച്ചുള്ള പിക്ചേഴ്സ് കിട്ടിയിട്ടായിരിക്കും? എങ്ങനെ നിങ്ങൾ ഡയമണ്ട് നെക്ലസും റിലീസായത് അങ്ങനെ ഞാൻ പണ്ട് കേട്ടിരുന്നു. പിന്നീട് ഐ മീൻ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മേപ്പടിയാന്റെ ഡയറക്ടറായ വിഷ്ണുമോഹന്റെ അടുത്ത സുഹൃത്താണ്. വിഷ്ണുവിടെ ഇപ്പൊ നെക്സ്റ്റ് മൂവി മേപ്പടിയാൻ കഴിഞ്ഞ കഥ ഇതുവരെ അതില് വളരെ ഇമ്പോർട്ടന്റ് ഹീറോയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങനെ സിനിമകൾ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ കോമൺ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പരിചയം. പിന്നെ 12th മാനിലാണ് കൂടുതലും ഞാൻ സംസാരിച്ചത്, നിങ്ങൾ അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ ചിരിയാണോ വരണേ? ചിരി വരും, പക്ഷെ എനിക്ക് ചിലപ്പോൾ ബിക്കോസ് പുള്ളിക്കാരത്തേക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ. എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളെ കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ജോഡി. ഇപ്പൊ മഹിമയുടെ ഒപ്പം ഒരു കോളേജ് നല്ല ജോഡി, കല്യാണം കഴിച്ചോടെ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നടക്കണം. അങ്ങനെയല്ല, ആഫ്റ്റർ എനിക്ക് എപ്പോഴും ഒന്നുമില്ല. ചില സമയത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ യൂട്യൂബ് വാർത്തകൾ കണ്ട് എന്നോട് ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ഇങ്ങനെ സാധാരണ കുടുംബത്തിലെ ചില അമ്മമാരൊക്കെ ഉണ്ട്. ഞാൻ ദിവസം അമ്പലത്തിൽ തൊഴുതോണ്ടിരിക്കുക, ഞാൻ കണ്ടുട്ടാ, എന്ത് കണ്ട് കല്യാണം ഐ അമ്മ എവിടെ കണ്ടെന്ന് പറഞ്ഞു, ഞാൻ യൂട്യൂബൊക്കെ കാണുന്നുണ്ട്. ഒരു സാധാരണ ഒരു അത്യാവശ്യം എന്താ പറയാ ഓറിയന്റഡ് ആയ ഒരാള്, അങ്ങനെയല്ലേ പറയാം, എല്ലാവർക്കും അങ്ങനെയല്ലേ ഉള്ളത്. നല്ലൊരു കുട്ടി, നല്ല സ്വഭാവം. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നപ്പോ തൊട്ട് എന്നോട് ചോദിച്ചോണ്ടിരിക്കും, എനിക്ക് തന്നെ കല്യാണമൊക്കെ എങ്ങനെയാന്ന് അറിയാം, ഒരു ഇന്ന പ്രായത്തിൽ നടന്നത് നല്ലതാണ്. ഐ ഫീൽ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച്. ബട്ട് അത് നടന്നില്ലെങ്കിലും നിങ്ങൾ ഇഫ് യു ആർ ഇൻ എ ഗുഡ് മെന്റൽ സ്പേസിലാണെങ്കിൽ, മാത്രമല്ല നിങ്ങൾക്ക് കല്യാണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ആണ്. ഒരു കറക്റ്റായ ഒരാളുടെ ഒപ്പം ഒരു വർഷമാണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഒരു തെറ്റായ ആളുടെ ഒപ്പം 25 വർഷം ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യണേക്കാളും എത്രയോ നല്ലതാണ് ഒരു വർഷം ഒരാളോട് സമാധാനം. ഇപ്പൊ ഞാൻ അങ്ങനെയായി. ഓക്കെ, അപ്പൊ സംടൈംസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് എന്റെ ലൈഫിൽ എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. എന്ന് വെച്ച് എന്റെ ലൈഫിൽ ഇത് നടന്നില്ലെങ്കിൽ ഒരു ട്രാജഡി ഒന്നും ഞാൻ കരുതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ഇതും ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പഴയ ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ പണ്ടേ പറഞ്ഞതല്ലേ, എനിക്കിപ്പോ അതാ അടിച്ചത്. That should happen. അങ്ങനെ കളിയാക്കി ചിരിക്കണ പോലത്തെ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് എങ്ങനെയുള്ള ആളെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടാന്ന് പറയുമ്പോഴേ ഞാൻ ചോദിച്ചത് അതാ, മറ്റേ മൂക്ക് നീണ്ട വീഡിയോ അല്ലേ ഞാൻ കണ്ടതായത്. ഇനി വരാൻ പോകുന്ന ആൾക്ക് നോക്കിക്കോ, കുഞ്ഞു മൂക്കായിരിക്കും. നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിൽ പാർട്ണറായിട്ട് വരുന്ന ആൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാ. എന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര വലുതായതുകൊണ്ട് അതുപോലെ തന്നെ നടന്നാലും അതേപോലെ നടക്കും. പിന്നെ നോക്കിക്കോ, എല്ലാരും നോക്കും നീണ്ട മൂക്കാരോ. ഞാൻ പറഞ്ഞില്ല, ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യത്തെക്കാളും കൂടുതലാണ് എപ്പോഴും നടക്കാറ്.